ഹജ്ജ് കമ്മിറ്റിയുടെ അമരത്തെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച ചെയർമാനായിരുന്നു കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ. തീർത്ഥാടകർക്ക് ആശ്വാസമേകും വിധത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമാകുന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായി 2 തവണ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 5 തവണകളിലായി രാജ്യത്തെ ഏറ്റവും മികച്ച ഹജ്ജ് ക്യാമ്പുകളാണ് കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നതിലപ്പുറം സാധാരണ വളണ്ടിയറായി കഴിയാനായിരുന്നു അദ്ദേഹത്തിന് താൽപര്യം. ഹജ്ജ് ക്യാമ്പ് ആരംഭിച്ചാൽ ഓരോ ഹജ്ജ് വിമാനവും പറന്നുയർന്നതിനു ശേഷം മാത്രമേ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങുകയുള്ളൂ. ഇത് മുൻ ചെയർമാൻമാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുകയും ചെയ്തു. പി.ടി.എ. റഹീമിന്റെ നേതൃത്വത്തിലുള്ള ഹജ്ജ് കമ്മിറ്റിയുടെ കാലാവധിക്ക് ശേഷം 2012ലാണ് UDF ഭരണകാലത്ത് കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി പരിഷ്കാരങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റി വേദിയായതിനു പിന്നിലും കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ പങ്ക് നിസ്തുലമാണ്. ഹജ്ജ് അപേക്ഷകൾ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ നേരിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കാലം മുതലാണ്. നേരത്തെ ഹജ്ജ് അപേക്ഷകൾ പോസ്റ്റ് ഓഫീസ് കൊറിയർ വഴിയാണ് സ്വീകരിച്ചിരുന്നത്. ഇത് ഹജ്ജ് അപേക്ഷകൾ വർദ്ധിക്കാനും ഇടയാക്കി. കഴിഞ്ഞ വർഷം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കൊണ്ടുവന്ന ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ രീതി നടപ്പിലാക്കിയ ഏക സംസ്ഥാനവും കേരളമായിരുന്നു. ഇതിനുള്ള തയ്യാറെടുപ്പുകളും കോട്ടുമല ഉസ്താദ് മുൻകൈയെടുത്താണ് നടപ്പിൽ വരുത്തിയത്. തീർത്ഥാടകരുടെ ബാഗേജുകൾ ക്യാമ്പിൽ നിന്ന് നേരിട്ട് വിമാന കമ്പനികൾ സ്വീകരിക്കാൻ തുടങ്ങിയതും ഇദ്ദേഹത്തിന്റെ കാലത്തു തന്നെ. ബാഗേജുകളിൽ ഏകീകൃത സ്റ്റിക്കർ സംവിധാനം നടപ്പിലാക്കാനായതും ഹാജിമാർക്ക് ഉപകാരപ്പെട്ട പരിഷ്കാരമായിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള എല്ലാ തീർത്ഥാടകർക്കും ഒരേ രീതിയിലുള്ള സ്റ്റിക്കർ ബാഗേജുകളിൽ ആരംഭിച്ചതോടെ തിരിച്ചറിയുന്നതിനടക്കം ഇത് എളുപ്പമായി തീർന്നു. കഴിഞ്ഞ വർഷം സ്റ്റിക്കറുകളിൽ താമസ സ്ഥലത്തെ കെട്ടിട നമ്പറുകളടക്കം ഉൾപ്പെടുത്താനും തുടങ്ങി. ക്യാമ്പ് വളണ്ടിയർമാരെ ഹജ്ജ് കമ്മിറ്റി നേരിട്ട് തെരഞ്ഞെടുക്കാൻ തുടങ്ങിയതും ബാപ്പു മുസ്ലിയാരുടെ കാലത്താണ്. ഹജ്ജ് ക്യാമ്പ് സേവനത്തിന് താൽപര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തിയാണ് ഇപ്പോൾ വളണ്ടിയർമാരെ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനും അപേക്ഷകളും രേഖകളും കൃത്യമായി എത്തിക്കാനും ട്രെയിനർമാരെ നിയമിച്ചതും ബാപ്പു മുസ്ലിയാർ തന്നെ. ഈ വർഷം ട്രെയിനർമാരെ കണ്ടെത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ഹജ്ജ് ക്യാമ്പിൽ തീർത്ഥാടകർ 24 മണിക്കൂറിന് മുൻപ് എത്തണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം. ഇത് 8 മണിക്കൂറാക്കി കുറച്ചും ബാപ്പു മുസ്ലിയാർ തീർത്ഥാടകർക്ക് പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കി. കേരളത്തിൽ കൂടുതൽ തീർത്ഥാടകർക്ക് അവസരം ലഭിക്കാൻ കേന്ദ്രത്തിൽ ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് കമ്മിറ്റി സംഘം നടത്തിയ സമ്മർദ്ദങ്ങളും പരിശ്രമങ്ങളും ചെറുതല്ല. തുടർച്ചയായി അപേക്ഷിക്കുന്ന 5ാം വർഷക്കാർക്ക് നറുക്കെടുപ്പില്ലാതെ നേരിട്ട് അവസരം ലഭിച്ചത് ഈ ശ്രമത്തിന്റെ ഫലമായിട്ടായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടായതും കൂടുതൽ പേർക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചതും ടി.എം. ബാപ്പു മുസ്ലിയാർ ഹജ്ജ് കമ്മിറ്റിയുടെ അമരത്തിരിക്കുമ്പോൾ തന്നെയാണ്. ACV ന്യൂസ്, കൊണ്ടോട്ടി.